CPM BJP കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തി പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് ചരിത്ര വിജയം നൽകിയ പാലക്കാട്ടെയും മൃഗീയ ഭൂരിപക്ഷം നൽകി പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിച്ച വയനാട്ടിലെയും ജനാധിപത്യ മതേതര വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രകടനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന അന്നു മുതൽ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാ ജാതിമത വർഗീയ വിഭജന ശക്തികളെയും ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് പടപൊരുതിയിട്ടും പാലക്കാട് ഇന്നേ വരെ ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം നൽകിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വിജയിച്ചു. ഈ ധർണയിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. അസൈന്യാർ, എടത്തൊടിയിൽ ശശിധരൻ, ഹബീബുള്ള, അൻസാരി, സതീശൻ താഴത്തേതിൽ, കുരിക്കൽ സെയ്ദ്, ഖാലിദ്, നസീർ ബാബു പൂത്താനി, മണികണ്ഠൻ വടശ്ശേരി, നൌഷാദ് ചേലഞ്ചേരി, ഉസ്മാൻ പാലക്കാഴി, നൌഫൽ തങ്ങൾ, കോൺഗ്രസിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഗുരുനാഥൻ കൂടിയായിട്ടുള്ള അസീസ് മാഷ് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ INDUCയുടെ കേരള പോഷക സംഘടനകളുടെ ഒക്കെ പ്രവർത്തകരും നേതാക്കളും വളരെയേറെ ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടിയുമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അരുൺകുമാർ പാലക്കുറിശി സൂചിപ്പിക്കുന്ന പോലെ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിലെ വിശിഷ്യ വയനാട് ഈ രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി എല്ലാ നിലക്കും പോരാട്ടം നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി പാലക്കാട് നമ്മുടെ കേരളത്തിലെ ഒരു സീറ്റ് ഒഴിഞ്ഞുകൊണ്ട് അവിടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയെ നിർത്തിയപ്പോൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടെ അത് നിലനിർത്താൻ സാധിച്ചു. മറ്റൊന്ന് പാലക്കാടാണ്, ഞങ്ങളെക്കൊണ്ട് പറയാതിരിക്കാൻ കഴിയില്ല. പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ഞങ്ങളുടെ മീഡിയയുടെ എല്ലാ നിലക്കുള്ള ചുമതലകളുണ്ടായിരുന്ന ഒരു കക്ഷി പെട്ടെന്ന് വന്ന് കോൺഗ്രസിനെതിരായി പത്രപ്രസ്താവന നടത്തുന്നു. ഇടതുപക്ഷം പിറ്റേ ദിവസം തന്നെ CPIM അവരെ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും എതിർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. അവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടി ഷാഫിയെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചു. ഷാഫിയെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും കള്ളപ്പണത്തിന് ഒറ്റാളാക്കാൻ ശ്രമിച്ചു. ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ ഉയർത്തി കോൺഗ്രസിൻ്റെ ഒരു ബൂത്ത് പ്രസിഡന്റിനെ കിട്ടിയാൽ ഇത് പാർട്ടി ഒന്നാകെ ഒളിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇടതുപക്ഷത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2011 കേരളത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവാകുന്ന ഷാഫി പറമ്പിൽ അവിടെ വരുമ്പോൾ സിറ്റിംഗ് MLA ആയിരുന്ന ആളെ പരാജയപ്പെടുത്തിയ പോയത്. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ NN കൃഷ്ണദാസിനെയും ശോഭാ സുരേന്ദ്രനെയും പരാജയപ്പെടുത്തിയാണ് പോയത്. BJPയും CPM ഒരുമിച്ച് നിർത്തി കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന മെട്രോ മാനെ കടത്തി ഉറക്കി വീട്ടിലാക്കിയിട്ട ഷാഫി പറമ്പിൽ 3ാം തവണ പാലക്കാട് ജയിക്കുന്നത്. ആ ഷാഫി പറമ്പിലിനോട് കൂടിയാലോചിച്ച് പ്രസ്ഥാനം ഒരു തീരുമാനമെടുത്ത് നിരവധി സമര പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്ന് പടനയിച്ച പാരമ്പര്യമായി കടന്നു വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ കളത്തിലിറക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പറഞ്ഞുവിടാൻ തയ്യാറാണെന്ന് ബോധ്യപ്പെടുത്തിയതാണ് കണ്ടത്. അതോടൊപ്പം വയനാട്ടിലെ ഉജ്ജ്വലമായ ഞങ്ങളുടെ വിജയം, ആ വിജയമൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ മുന്നേറ്റമാണ് കേരളത്തിലും രാജ്യത്തും അരുൺകുമാർ പാലക്കുറിശി. മഹിളാ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ, പാലക്കാട്ടിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ ശക്തമായി നേരിട്ടു. പാലക്കാട്ടിലെ തെരഞ്ഞെടുപ്പിൽ നമ്മളെ പരാജയപ്പെടുത്താൻ ആദ്യം അവർ പെട്ടി കൊണ്ടുവന്നു, പിന്നീട് അവർ വർഗീയത കൊണ്ടുവന്നു. ഇത് രണ്ടും കഴിഞ്ഞ് ജനമനസ്സുകളിലേക്ക് നമ്മൾ പോയപ്പോൾ അവിടുത്തെ ഭൂരിപക്ഷം 18,000-ൽ കൂടുതലായി ഉയർത്താൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. ഇത് CPMനും BJPക്കും രണ്ട് കവിളത്തും മാറി മാറി കൊടുത്ത അടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറി. കൂടുതലൊന്നും പറയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി വരാൻ പോകുന്ന 2026-ലെ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി കേരള നിയമസഭ പിടിച്ച് ഈ നാട് നമ്മൾ ഭരിക്കുന്ന തരത്തിലേക്ക് മാറ്റുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. K. ഫിലിപ്പ്, പ്രേംകുമാർ, ഉമ്മർ മനച്ചിത്തൊടി, ഹരിദാസ് ആറ്റക്കര, ഹരിദാസ് കൊറ്റിയോട്, ഷിഹാബ് കുന്നത്ത്, അലി കൈതച്ചിറ, വിജയലക്ഷ്മി, CH മൊയ്തൂട്ടി, B. പ്രസീദ, ആലീസ് എന്നിവർ നേതൃത്വം നൽകി.